ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരം വെളുത്തപ്പോൾ ഞങ്ങൾ എവിടെ പോകാമെന്നറിയോ? ജുവാനെ വേഗം ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് ഇവൻ രാവിലെ എണീറ്റിട്ട് അപ്പം വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വാ. അപ്പം ഇന്ന് പേത്രത്തിയായിരുന്നേ, ഇവിടെ വന്ന് ഇങ്ങോട്ട് വാ, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ. തലേദിവസമേ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിന്ന് പിന്നെ ചേട്ടായി താമസിച്ച് വന്നത്, ഞായറാഴ്ച രാവിലെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ എല്ലങ്കാപ്പയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാനേ വിളിച്ചുകൊണ്ടിരുന്നത്. അതിന് പോകാമെന്നെല്ലാം വിചാരിച്ച് ഞങ്ങൾ മെല്ലെ ഒരുങ്ങാനൊക്കെ എണീറ്റ് രാവിലെ ഇരിക്കുമ്പം ജുവാൻ വന്നിട്ട് എൻ്റെ മൂക്കിൽ എന്തോ സാധനം ഇട്ടിട്ടിരിപ്പുണ്ട്. പിന്നെന്താ എന്നിട്ട് അതിനെയും കൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ പോകുന്ന പോക്കായത്. ഹോസ്പിറ്റലിൽ പോയി പിന്നെ മൂക്കിൽ നിന്ന് അതൊക്കെ എടുത്തുവിടും. എന്തൊരു ചെറിയൊരു കടലാസ് കഷ്ണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ആദ്യം തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും ഒന്നും കൂടി ഫ്രഷൊക്കെ, അത് വേഗം ഇറങ്ങി ഓടിയതല്ലേ, ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകും കേട്ടോ. എന്നിടത്തിന് ഏകദേശം ഒരു 10:30 കഴിഞ്ഞ സമയം അവനെ എല്ലാവരും റെഡിയൊക്കെ ആക്കിയിട്ട് അപ്പോൾ അവരപ്പോൾ ഓൾറെഡി വേഗം വണ്ടി കയറി ഇരിപ്പുണ്ട്. ഞാൻ എന്നാലും വീടൊക്കെ പൂട്ടിയിട്ട് ഞാൻ മെല്ലെ വരാമെന്ന് പറഞ്ഞു. കാരണം താറാവ് ഉള്ളതുകൊണ്ട് ഗേറ്റ് പൂട്ടാതെ ചാടി വണ്ടി കയറി ഇരിക്കത്തില്ല. ഇവരെല്ലാവരും പുറത്തിറങ്ങി ഗേറ്റും അടച്ചിട്ടേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വേഗം പൂട്ടി പുറത്തിറങ്ങി. ഗേറ്റ് തുറന്നിട്ടാൽ താറാവ് ചിലപ്പോൾ അങ്ങ് പോകുമായിരിക്കുമേ. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും പൂട്ടിയിട്ടേ പോകുന്നുണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണത്തിന് ഇരിപ്പ് നോക്ക്, ഇതുങ്ങളുണ്ട് ഇങ്ങനെ ഒന്നിച്ചേ ഇരിക്കും. രണ്ടും എന്താ പറയണ്ടേ, പെടത്താറാവുകളാണ് കേട്ടോ. മുട്ടയിടാൻ 1 മാസം കഴിയുമ്പോൾ മുട്ടയിടും എന്നൊക്കെയാണ് കാണുന്നവർ പറയുന്നത്. ഇനി താറാവ് മുട്ടയിട്ട് കഴിയുമ്പോൾ പറയാം എപ്പോഴാണ് മുട്ടയിടുന്നതെന്നൊക്കെ. ചോറൊന്നും തിന്നാൻ പറ്റത്തില്ല അവർക്ക്, ആകെ അരി മാത്രമേ അതുങ്ങൾ രണ്ടും തിന്നത്തുള്ളൂ എന്നാണ്. ഇപ്പം നമ്മളോടൊക്കെ കുറച്ച് ഇണങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ അങ്ങനെ നമ്മൾ പുറകെ നടക്കുകയൊക്കെ ചെയ്യും, അത്ര നമ്മൾ പിടിക്കാനും സമ്മതിക്കില്ല. അപ്പം പിന്നെ അവരെ ഞാൻ അതുകൊണ്ട് ഗേറ്റൊക്കെ അടച്ചാലേ എവിടെ പോയാലും, പിള്ളേർ സ്കൂളിൽ കൊണ്ട് വിടണമെങ്കിൽ പോലും ഗേറ്റ് അടച്ചിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവർ നേരെ അങ്ങ് പോകും. കുറച്ചപ്പുറത്ത് പുഴയുണ്ട്, പിന്നെ പുഴയെല്ലാം മറ്റും പോയാൽ ഇവരുടെ പൊടി പോലും കിട്ടത്തില്ല, അവരങ്ങ് നീന്തി പോകൂലേ. ഇവിടെയാണെങ്കിൽ പിന്നെ നമ്മൾ വെള്ളമൊന്നും അങ്ങനെ നീന്താനൊന്നും നീന്താം. അപ്പോൾ എവിടെ വെള്ളം കൊടുക്കണ്ടേ? ഞാനൊരു ബേസിനിൽ വെള്ളം വെച്ച് കൊടുക്കാം, അവർക്ക് അതൊന്നും പോരാന്ന് തോന്നും. അതുകൊണ്ട് പുറത്ത് പോകാതിരിക്കാണ് ഞാൻ ഗേറ്റൊക്കെ വെച്ച് സെറ്റായി അടച്ച് വെച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകട്ടോ. അപ്പം ജോഷു ഓൾറെഡി എന്നോട് എന്തിനോ പിണക്കും. അതാണ് ഞാൻ അവനെ ക്യാമറ കാണിച്ചപ്പോൾ അവൻ എന്നെ തോണ്ടിയിട്ട് എന്തോ പറയുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരും പള്ളിയിൽ പോയേക്കും. ഞങ്ങൾ ഓൾറെഡി പള്ളിയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അന്നേരമാണല്ലോ ഇവൻ്റെ മൂക്കിൽ കടലാസും വെച്ചിട്ടിരിക്കുന്ന ഒരുത്ത്. അപ്പോൾ അമ്മയും അനിയത്തിയൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോകാതെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നോക്കിയിരിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലിങ്കപ്പം ഇന്നലെ വേവിച്ചത് അവർ, ഞങ്ങൾ ഇന്നലെ ചെല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീതം ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പം ഞങ്ങളത് വേഗം ചെന്നു എല്ലിങ്കപ്പയൊക്കെ അവിടെ ഇരുന്നാൻ കഴിക്കും കേട്ടോ. ജുവാനൊരു ശകലം കഴിച്ചു. ജോഷു അത്യാവശ്യം അവന് വേണ്ട പോലെ ഇച്ചിരി വരക്കെ നിറച്ച് കഴിച്ചു കേട്ടോ. കപ്പ നല്ല കപ്പ ബിരിയാണിയൊക്കെ ആയിരുന്നു. പിന്നെ ഉണക്ക കപ്പ ഇട്ട് ഇവർ വെച്ചത്. എനിക്ക് ഉണക്ക കപ്പ ഇട്ട് വെക്കുന്നതിനോട് അങ്ങനെ വലിയ ഇഷ്ടമില്ല. പച്ചക്കപ്പയോടാണ് എനിക്കും ചേട്ടായിക്കായാലും പച്ചക്കപ്പ ഇഷ്ടം. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് കുറവൊന്നുമില്ലായിരുന്നു. പച്ചക്കപ്പ എന്നാൽ കുറച്ചും കൂടി ഇഷ്ടം എന്ന് മാത്രം. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഇത്രയും ഫ്രൂട്ട്സ് വാങ്ങിയതല്ല, 1000 രൂപ വാങ്ങി. ഇയാൾ ഓരോ എണ്ണത്തിൻ്റെ പൈസ വാങ്ങുന്നതെന്ന് തോന്നുന്നു. സ്ട്രോബെറി കുറേ നല്ല പിള്ളേർ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്ന് സ്ട്രോബെറി വാങ്ങി. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടിടത്തും സ്ട്രോബെറി വേണ്ട, ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ പേത്രത്തിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പം കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നു. കുറച്ച് ബീഫ് വാങ്ങിയിട്ടും കുറച്ച് ദിവസം ആയിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചിക്കനാണ് വാങ്ങുന്നത്. പിള്ളേർക്ക് ചിക്കൻ ഇഷ്ടമായതുകൊണ്ടാണ് ചിക്കൻ വാങ്ങുന്നത്. പക്ഷേ പേഴ്സണൽ ബീഫ് വാങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് 2 കിലോ ബീഫൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വന്നത്. ഇപ്പം നാളെ വിഭൂതിയല്ല, അപ്പോൾ നാളെ ഇറച്ചി മീനൊന്നും കൂട്ടാൻ പാടില്ല. പിന്നെ കുറച്ച് ബീഫ് എടുത്ത് ഇന്നത്തേക്ക് മാത്രമായിട്ട് ഞാൻ കറി വെച്ച് ബാക്കി ഞാൻ ഫ്രിഡ്ജിലും വെച്ചു. ഇപ്പം അത് നോയമ്പ് എടുക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ നാളെ ഇറച്ചി മീനൊന്നും കൂട്ടത്തില്ല. കടമുള്ള ദിവസമല്ലേ വിഭൂതി ആയതുകൊണ്ട് ഒന്നും കൊടുത്തൊന്നുമില്ല. അപ്പം ഞാൻ വേഗം എന്നാൽ പിന്നെ ആക്കി. ഞങ്ങൾ വരുമ്പോൾ തന്നെ 1 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം വേഗം ചോറും വെച്ച് ബീഫ് കറിയും വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പച്ചമുളക് ഇട്ടിരുന്നു. പച്ചമുളകിന് വരെ ഞാൻ ക്യാപ്സിക്കം ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റായി ക്യാപ്സിക്കം ഇട്ടിട്ട് ബീഫ് കറി വെക്കുമ്പോൾ. പച്ചമുളകിന് വരെ എല്ലാവരും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടെ, നല്ലൊരു രുചിയായിട്ട്. എനിക്കും ചേട്ടായിക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ വെച്ചപ്പോൾ. പ്രത്യേകിച്ചൊന്നുമില്ല, ബീഫ് കറി വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇഞ്ചിയും പച്ചമുളകും സവോളയും കൂടി ഇട്ടിട്ട് ക്യാപ്സിക്കം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു. അത് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നതോടെ വരെ ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് 2-3-4 വിസിലടുപ്പിച്ചായിരുന്നു. ആ ബീഫും കൂടി എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഞാൻ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയുള്ളൂ കേട്ടോ. എന്നിട്ട് ചെറുതീയിൽ അങ്ങനെ പറ്റിച്ചെടുക്കുക. നല്ലോണം പറ്റിച്ചൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ചാറായിട്ട് തന്നെ ചോറിന് കൂട്ടുന്നല്ലേ. പിന്നെ ഏകദേശം നല്ല തിളയൊക്കെ വന്നേയും അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി
ഒന്ന് തിളപ്പിച്ചെടുത്താൽ ബീഫ് കറി റെഡി കേട്ടോ. അപ്പോൾ ഇത്രയോട് കിടന്നത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഫുള്ള് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.